ഹായ് ഫ്രണ്ട്സ്, ITC ഗ്രൂപ്പ് ഡിസംബർ 17 എക്സ്ചേഞ്ചിൽ സമർപ്പിച്ച അനൗൺസ്മെൻറ്റിൽ അവരുടെ ഹോട്ടൽസ് ബിസിനസ് അത് ഡീമേർജർ ചെയ്യാൻ പോവുകയാണ്. 2025 പുതുവർഷം ജനുവരി 6 അത് റെക്കോർഡ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ കമ്പനി ഈ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയും. ഇപ്പോൾ ഓഗസ്റ്റ് 2023 ഇതിന് ബോർഡ് അപ്രൂവൽ നൽകിയതിന് ശേഷം ഇവർ ഈ പ്രപ്പോസലുമായിട്ട് ഷെയർ ഹോൾഡേഴ്സിനെ സമീപിച്ചു. 2024 ജൂണിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവൽ ഇതിന് ലഭിച്ചു. 99.6% വോട്ടിംഗ് ഇൻ ഫേവറായിട്ട് ആണ് ഷെയർ ഹോൾഡേഴ്സ് ഈ ഒരു നീക്കത്തെ സ്വാഗതം ചെയ്തത്. വലിയൊരു ആവേശത്തോടെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഇതിനെ സ്വീകരിച്ചത്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് NCLTയുടെ അപ്രൂവൽ വേണമായിരുന്നു. NCLT നമുക്കറിയാം, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ഇവർ മെയിനായിട്ടുള്ള ബെഞ്ചുള്ളത് ഡൽഹിയിലാണ്, പക്ഷേ ഈ കമ്പനി ഹെഡ് ക്വാർട്ടർ ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലാണ്. അതുകൊണ്ട് കൊൽക്കത്തയിലുള്ള NCLTയുടെ ബെഞ്ചാണ് ഈ 2024 ഒക്ടോബറിൽ ഇതിന് സാങ്ഷൻ നൽകിയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഡിസംബർ 17 ITC ഔദ്യോഗികമായിട്ട് ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡീമേർജർ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ എങ്ങനെ ബാധിക്കുമെന്നും ITCയുടെ ഹോട്ടൽ ബിസിനസ്സിൻ്റെ ആ ഒരു ഫ്യൂച്ചർ എന്താണെന്നും പുതുതായിട്ട് ഈ സ്റ്റോക്കിനെ സമീപിക്കുന്നവർ എന്ത് സമീപനം സ്വീകരിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ITC നമുക്കറിയാം, ഇന്ത്യയിലെ പഴക്കം ചെന്ന വൈവിധ്യങ്ങളായ ബിസിനസ് സെഗ്മെൻറ്റിലുള്ള ഇന്ത്യയിലെ ഒരു ബിഗ്ഗസ്റ്റ് ബിസിനസ് കോൺഗ്ലോമറേറ്റ് ആണ്. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഇന്നത്തെ ലെവലിൽ നമുക്ക് കാണാൻ കഴിയുക 5,87,000 കോടിക്ക് മുകളിലാണ്. നിഫ്റ്റി 50യിൽ 4.18% ഒരു വെയിറ്റേജും ITCക്ക് ഉണ്ട്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം നിറഞ്ഞ ഒരു സ്റ്റോക്കാണ് ITC. ഇത് ഇന്ത്യയിലെ പഴക്കം ചെന്ന ഒരു കമ്പനി കൂടിയാണ്. 1910 ഒറിജിനലി ഇത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. അന്ന് അതിൻ്റെ പേര് ഇമ്പീരിയൽ ടൊബാക്കോ കമ്പനി എന്നായിരുന്നു. 1974 ITC ലിമിറ്റഡ് എന്ന ഷോർട്ട് നെയിമിലേക്ക് റീനെയിം ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ കൽക്കത്തയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവർ സ്ഥാപിച്ചിട്ടുള്ളത്. ITCയുടെ ആ ഒരു ബിസിനസ് മോഡൽ അല്ല, എങ്ങനെയാണ് അവർ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ബിസിനസ്സിൽ 4 പ്രധാനപ്പെട്ട മേജർ ആയിട്ടുള്ള സെഗ്മെൻറ്റ് കാണാൻ പറ്റും. ഒന്ന് FMCG ആണ്. ഇപ്പോൾ FMCG സെഗ്മെൻറ്റിൽ 63% റവന്യൂ ആണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മേജർ ബിസിനസ് FMCG തന്നെയാണ്. ഇപ്പോൾ ഇവിടെ രസകരമായ ഒരു കാര്യം, ഇവരുടെ FMCG ബിസിനസ്സിൽ 38% സെയിൽസ് സിഗരറ്റ് ബിസിനസ്സിൽ നിന്നാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ കമ്പനിയുടെ മൊത്തം പ്രോഫിറ്റിൻ്റെ 78% വരുന്നത് ഈ ഒരു സിഗരറ്റ് ബിസിനസ്സിൽ നിന്നാണ്. അതുപോലെ ഇവർ FMCG ബിസിനസ് ഏകദേശം 26% കോൺട്രിബ്യൂഷനാണ് സെയിൽസിൽ ചെയ്യുന്നത്. അതുപോലെ ഇവർ മറ്റൊരു ബിസിനസ്സുള്ളത് അഗ്രി ബിസിനസ്സാണ്. അഗ്രി ബിസിനസ്സിൽ ഇവർ 20% ഓവറോൾ സെയിൽസാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ പേപ്പർ ബോർഡ്, പേപ്പർ ആൻഡ് പാക്കേജിങ് മേഖലയിൽ ഏകദേശം 10% ഒരു സെയിൽസാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു ബിസിനസ്സും ഇവർക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടാതെയാണ് ഇവരുടെ ഹോട്ടൽ ബിസിനസ്സും ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഹോട്ടൽ ബിസിനസ്സിനെ കുറിച്ചാണ്. ഹോട്ടൽ ബിസിനസ് ഏകദേശം 4% ഒരു സെയിൽസാണ് ഇവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2024 ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 3.7% ഓവറോൾ സെയിൽസ് വന്നിട്ടുള്ള ഹോട്ടലിൽ നിന്നാണ്. ഏകദേശം 2,990 കോടിയാണ് അതെന്ന് കാണാൻ കഴിയും. അതായത് ഈ കമ്പനിയുടെ മറ്റ് FMCG ബിസിനസ്സും അഗ്രി ബിസിനസ്സും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ ഹോട്ടൽ ബിസിനസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബിസിനസ്സാണ്. 4% കോൺട്രിബ്യൂഷൻ മാത്രമേ ഇതിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ഹോട്ടൽ ബിസിനസ്സിൽ ഇവർ പ്രധാനമായിട്ടും 5 സ്റ്റാർ പ്രീമിയം ലക്ഷറി ഹോട്ടൽസ് ആണ്. അതിലെ റൂം സെയിൽസിലൂടെയുള്ള റവന്യൂ ആണ് ഈ ഹോട്ടൽ ബിസിനസ്സിലുള്ളത്. ഈ കമ്പനിയുടെ ആദ്യത്തെ ഹോട്ടൽ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1975 ഇപ്പോൾ അവർക്ക് 120ഓളം ഹോട്ടലുകൾ ഏകദേശം 70ഓളം ലൊക്കേഷനിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഇത്തരം ഹോട്ടലുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവരുടെ ഹോട്ടലുകൾ പല ബ്രാൻഡ് നെയിമിലൊന്നാണ് അറിയപ്പെടുന്നത്. വെൽക്കം ഹോട്ടൽസ് ഉണ്ട്, ഫോർച്യൂൺ ഹോട്ടൽസ് ഉണ്ട്, അതുപോലെ വെൽക്കം ഹെറിറ്റേജ് ഹോട്ടൽസ് ഉണ്ട്, സ്റ്റോർലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, അതുപോലെ മൊമെൻറ്റോസ് എന്ന് പറയുന്ന ബ്രാൻഡും ഹോട്ടലുകളും നമുക്ക് ഇവരുടെ ആ ഒരു ഹോട്ടൽ ചെയിനിൽ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ശൃംഖലയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇവരുടെ ബ്രാൻഡഡ് ഹോട്ടലുകൾ ഇൻ്റർനാഷണലി റിനൗണ്ട് ആണ്. ഈ അടുത്ത കാലത്ത് ഇവർക്ക് ITCക്ക് ബെസ്റ്റ് ഹോട്ടൽ ബ്രാൻഡ് ഓഫ് ദ ഇയർ അവാർഡ് സീസെസ്റ്റ് അൺലിമിറ്റ് അവാർഡ്സ് 2024 കിട്ടിയതായിട്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ കാണാൻ കഴിയും. അപ്പോൾ FY24 ഇവരുടെ സെഗ്മെൻറ്റ് വൈസ് റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഹോട്ടൽ ബിസിനസ്സിൽ 12% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണാൻ കഴിയും. FY24 FY25 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രോത്ത് വളരെ വിസിബിളാണ്. അപ്പോൾ അഗ്രി ബിസിനസ് കഴിഞ്ഞാൽ നല്ല തോതിൽ ഗ്രോ ചെയ്തത് ഹോട്ടൽ ബിസിനസ്സാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രോഫിറ്റിലും 20% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഈ ഒരു ഹോട്ടൽ ബിസിനസ്സിൽ കാണാൻ കഴിയും.
അതായത് അഗ്രി ബിസിനസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം CAGR ഗ്രോത്ത് കാണിച്ചത് ഈ ഹോട്ടൽ ബിസിനസ്സാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്കറിയാം ITC സ്റ്റോക്കിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു ബുൾ റാലിയിൽ ITC പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അന്ന് ഏകദേശം 200-250 ആ ഒരു ലെവലിൽ ഈ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ITCയുടെ ആ ഒരു ഡിമേർജ് മൂവും ഇത്തരം കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ വരാൻ തുടങ്ങിയ മുതലാണ് ഈ സ്റ്റോക്കിൽ വലിയൊരു മൊമെൻറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ 280 രൂപ എന്ന ലെവലിൽ നിന്നും അത് 529 എന്നുള്ള ഹൈ ഈ കഴിഞ്ഞ 2024 സെപ്റ്റംബറിൽ അവർ ക്രിയേറ്റ് ചെയ്തു. അത് യഥാർത്ഥത്തിൽ ആ ഒരു കാലയളവിൽ നിഫ്റ്റിയുടെ ഗ്രോത്ത് 33% ആണ്. ITC സ്റ്റോക്ക് വളർന്നത് 88% ആണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിഫ്റ്റിയെ ബീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രോത്താണ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഈ സ്റ്റോക്ക് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആ ഒരു 52 വീക്ക് ഹൈ ആയിട്ടുള്ള 529 എന്ന വിലയിൽ നിന്നും ഏകദേശം 11% കറക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ITC സ്റ്റോക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ നിഫ്റ്റിയുടെ കറക്ഷൻ അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കറക്ഷൻ ഇപ്പോൾ ITCയിലും നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ഡീമേർജറിൻ്റെ ഭാഗമായിട്ട് 10 ITC സ്റ്റോക്കുകളുള്ള ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ITC ഹോട്ടലിൻ്റെ സ്റ്റോക്കാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡീമേർജറിന് ശേഷം ITC ഗ്രൂപ്പിന് ഏകദേശം 40% ഒരു ഷെയർ ഹോൾഡിംഗ് ഈ ഒരു ഹോട്ടൽ ബിസിനസ്സിൽ അവർ നിലനിർത്തും എന്നാണ് ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഡീമേർജറിലൂടെ ITC സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാരണം അവരുടെ FMCG അതുപോലെ ടൊബാക്കോ ബിസിനസ്, പേപ്പർ ബിസിനസ്സൊക്കെ വലിയ തോതിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സല്ല. എന്നാൽ ഹോട്ടൽ ബിസിനസ് എന്ന് പറയുന്നത് ഹൈലി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. ലാൻഡ്, അതിൻ്റെ ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ കോസ്റ്റുകൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു ക്യാപിറ്റൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡീമേർജറിലൂടെ പുതിയ പ്രൊജക്റ്റ് പ്ലാനുകളുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യമായി വരുന്ന ഫണ്ട് റൈസിങ് അത് ഈ ITC ഹോട്ടൽ സെപ്പറേറ്റ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ITC ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവരെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡീമേർജറിലൂടെ ITC സ്റ്റോക്കിൽ ഒരു റീറേറ്റിംഗ് നടക്കും എന്നാണ് പൊതുവെ ഇൻവെസ്റ്റേഴ്സ് വിലയിരുത്തുന്നത്. അപ്പോൾ ITC ഹോട്ടൽ ഡീമേർജറിന് ശേഷം ഏകദേശം 25 രൂപ ആ ഒരു റേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനാണ് സാധ്യത എന്നാണ് പൊതുവെ ഉള്ള ഒരു കണക്കൂട്ടൽ. പക്ഷെ അതൊരിക്കലും ഒരു ഫൈനൽ വേർഡല്ല. കാരണം മാർക്കറ്റിലുണ്ടാകുന്ന വോളറ്റിലിറ്റി, അതുപോലെ ഈ ഒരു ലിസ്റ്റിംഗ് ജനുവരി 1 ഈ സ്റ്റോക്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ വോളറ്റിലിറ്റി, വലിയ തോതിലുള്ള ഗ്രേ മാർക്കറ്റ് ആക്ഷൻസ്, ഇതെല്ലാം ഈ ഒരു പ്രൈസിനെ സ്വാധീനിക്കും. അതുകൊണ്ട് ഈ ഒരു വിലയിൽ തന്നെ ലിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ആണ് അത് തീരുമാനിക്കുക. ഇപ്പോൾ ITC സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 28.6 എന്ന ലെവലിലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇൻഡസ്ട്രി PE 30 അപ്പോൾ ഇൻഡസ്ട്രി PEയേക്കാളും 2 പോയിന്റ് താഴെയാണ് ITCയുടെ PE റേഷ്യോ. എന്നാൽ ഹോട്ടൽ ബിസിനസ് സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളുടെ ഇൻഡസ്ട്രി PE വേറെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും ഡിമേർജ് ചെയ്യുമ്പോൾ ITC ഹോട്ടലിൻ്റെ PE റേഷ്യോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ITCയുടെ മീഡിയൻ PE കഴിഞ്ഞ 3 വർഷത്തെ നോക്കുമ്പോൾ 26 എന്ന ലെവലിലാണ് കാണാൻ കഴിയുക. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ITCയുടെ ഈ ഒരു വില എന്ന് പറയുന്നത് വളരെയധികം ഫെയർലി ആയിട്ടുള്ള ഒരു വിലയാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ലെവലിൽ പോലും ഇൻവെസ്റ്റേഴ്സിന് ഫ്രഷ് എൻട്രി എടുക്കുന്നതിൽ വലിയ പ്രശ്നമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി ഈ ഒരു ഡീമേർജറിലൂടെ ITC സ്റ്റോക്കിന് അവരുടെ വാല്യൂ അൺലോക്കിംഗ് നടക്കുമെങ്കിലും ഈ ITC ഹോട്ടൽസിലും വലിയ തോതിലുള്ള ഗ്രോത്തിന് സാധ്യതയും നമുക്ക് കാണാൻ കഴിയും. കാരണം ഇതിൻ്റെ എക്സ്പാൻഷൻ പ്ലാനുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കറൻ്റ്ലി ITCക്ക് 13,000-ലധികം ഹോട്ടൽ റൂംസാണ് നിലവിൽ ഉള്ളത്. ഏകദേശം 120ഓളം ഹോട്ടൽ അക്രോസ് ഇന്ത്യയിൽ ഇവർക്കുണ്ട്. ആ ഹോട്ടലുകളിലെ 45% ഹോട്ടലും ഇവർ സ്വന്തമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഹോട്ടൽ റൂംസാണ്. 55% മാത്രമാണ് മാനേജ്മെൻറ്റ് അഗ്രിമെൻറ്റിലൂടെയും മറ്റ് ഫ്രാഞ്ചൈസി മോഡലിലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഉള്ള ഇവരുടെ ഹോട്ടലിൻ്റെ എണ്ണം 200 ഹോട്ടലുകളായിട്ട് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാന് ഓൾറെഡി ITC ഹോട്ടലിൻ്റെ കൈവശമുണ്ട്. അപ്കമിങ് ഹോട്ടൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽക്കം ഹോട്ടൽസ് ഡൽഹി, അതുപോലെ ഗാങ്ടോക്ക്, ഗ്വാളിയോർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അതുപോലെ സ്റ്റോർലി ബ്രാൻഡിൻ്റെ ഹോട്ടൽ ജവായിലും ജയ്പൂരിലും അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഈ അടുത്ത കാലത്താണ് ഏപ്രിൽ മാസം ITC അവരുടെ ഇൻ്റർനാഷണൽ ഹോട്ടലായുള്ള ശ്രീലങ്കയിലുള്ള കൊളംബോയിൽ ഹോട്ടൽ ഓപ്പൺ ചെയ്തത്.
രത്നദീപ എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടൽ അതൊരു ലാൻഡ്മാർക്ക് ഹോട്ടലാണ്. 352 റൂമുകളുള്ള ഈ ഹോട്ടൽ 2 ടവേഴ്സിൽ ഇൻ ബിറ്റ്വീൻ ഒരു ബ്രിഡ്ജ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഡീമേർജറോട് കൂടി 2 സ്റ്റോക്കുകളും നല്ല രീതിയിൽ മാർക്കറ്റിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെയാണ് ഈ ഡീമേർജറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ITCയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.